ഹലോ ഫ്രണ്ട്സ്, ബിജോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മുരിങ്ങയില ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ആദ്യം ഒരു പാന് വെക്കുക, പാൻ അടുപ്പിൽ വെക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സവാളയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മുളക്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്പൂണായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ പൊടിച്ച് മിക്സായി ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മുരിങ്ങയിലേ ഉള്ളൂ കേട്ടോ. എനിക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയുള്ളൂ. നമ്മുടെ മുരിങ്ങയില നന്നാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. മുരിങ്ങയില കഴിക്കില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചക്കക്കുരുവിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ മുരിങ്ങയില. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് തേങ്ങയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ ചക്കക്കുരു വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരുന്ന കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ഉപ്പ് ഇടാത്ത. ആവശ്യത്തിന് ഉപ്പ് ഞാൻ മുരിങ്ങയിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ചക്കക്കുരുവിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി വെന്തില്ലെങ്കിൽ നമുക്ക് മിക്സി വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഉടച്ച് നമ്മുടെ ചക്കക്കുരുവും കൂടെ നമ്മുടെ മുരിങ്ങയില കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.